ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എൻ്റെ നാട്ടിൽ ഇതിന് പൂളക്കറി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കപ്പ ബിരിയാണി തന്നെയാണോ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ബീഫ് നമ്മൾ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ടുള്ള ബീഫാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടിയും 4 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് വെച്ചാൽ ഈ ബീഫിൻ്റെ അതേ ഒരു ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഉണ്ടാവരുത് കേട്ടോ. എന്നാൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു തക്കാളിയും പിന്നെ ഒരു സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വേവുന്ന ടൈമിൽ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കൂർക്കൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കൈപ്പിടീൻ്റെ അളവിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. കുറേ കൂർക്കൽ ഇടുന്നില്ല. നമ്മൾ ഈന്ത് ഇട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. ഒരു കൈപ്പിടി അത്രയും മതി കേട്ടോ. ഇത് പിന്നെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മുടെ കപ്പ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതും ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ പച്ചക്കായാണ് കേട്ടോ ഇടുന്നത്. ഒരു 500 ഗ്രാം പച്ചക്കായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂർക്കലും കൂടെ കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത് നമുക്കിത് രണ്ടും കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഊറ്റി കളയണമെന്നില്ല. കപ്പയൊക്കെ നമുക്ക് വേവിച്ച് ഊറ്റി കളയണം. ഇതിങ്ങനെ വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇത്. ഇതാണ് ഈന്തും പൊടി. ഈന്തും പൊടി എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ മിക്ക വീടുകളിലും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴൊന്നും ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഈന്ത് മരത്തുമെന്ന് എടുക്കുന്ന പൊടിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു കുബൂസിൻ്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള പൊടിയാണ് ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താണ്. ഇതൊരു 500 ആണ് നമ്മളെടുത്തിട്ടുള്ളത്. 500 ഈന്തും പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ പിടിയാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈന്തും പിടി എന്ന് പറയും കേട്ടോ. ഈന്തും പിടി ഇട്ട പൂളക്കറി അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറയാറ്. അപ്പോൾ ഇതിങ്ങനെ പിടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈന്തും പൊടി ഇങ്ങനെ വാട്ടിയെടുത്ത് പിടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി വേവിച്ചെടുക്കണം. അതിന് നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഈന്തും പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കുക, നമ്മൾ ഇളക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ വെച്ചേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അലിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ഇങ്ങനെ ഇളക്കിയപ്പോൾ അതൊന്ന് അലിഞ്ഞണ്ട് വന്നത് കണ്ടോ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഈന്ത് പിടിയൊക്കെ നന്നായിട്ട് ഉറപ്പ് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതൊന്ന് ഊറ്റി കളയാം കേട്ടോ. ഈന്ത് പിടി മാത്രമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ടുള്ള എല്ലും ഇറച്ചി എല്ലും കൂടെയുള്ള ബീഫാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പച്ചക്കായും കൂർക്കലും വേവിച്ചെടുത്തത് ഞാൻ ചട്ടിയിലാണ് വേവിച്ചത്. പിന്നെ നമ്മൾ ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മളിതിലാട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒരു കടക്കോൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉടച്ച് കൊടുത്തിട്ടുള്ള പച്ചക്കായും കുറുക്കലും കൂടെ കപ്പ വേവിച്ച് എടുത്തിട്ടുണ്ട്, ഊറ്റിയതാണ് കേട്ടോ, വേവിച്ച് ഊറ്റിയതാണ്. അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് വേഗ പരുവത്തിൽ ആക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ കടയക്കോൽ വെച്ചിട്ട് ഉടച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത്രയും മാത്രം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്നിത് അരച്ചെടുത്തിട്ട് നമുക്ക് കപ്പയല്ലേ നന്നായിട്ട് വേവിച്ചിട്ടുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയും കപ്പയും പൂളയല്ലേ, കപ്പക്ക് നമ്മൾ പൂളാന്നാണ് കേട്ടോ പറയുക. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള അതിലുള്ള വെള്ളമല്ലേ, അത് നമ്മൾ ഇതിൽ ചേർത്തിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് ഇതിൽ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കിങ്ങനെ ഉടച്ച് എടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ബീഫിൻ്റെ ആ ചാറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈന്തമ്പിടി ഇല്ലേ, വേവിച്ച് അത് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ബീഫും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈന്തമ്പിടിയും കൂടെ വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള ഈന്തമ്പിടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈന്തമ്പിടിയും കോഴിക്കറിയും അങ്ങനെ ബീഫ് കറിയും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടാവില്ലേ ചിലരൊക്കെ. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ കപ്പ ബിരിയാണി പോലെ വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇതിൽ മല്ലിച്ചപ്പ് വേണമെങ്കിൽ ഇടാം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാവുന്നതാണ്. എനിക്ക് മല്ലിച്ചപ്പ് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇട്ടില്ല കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടാലും വേറെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് നമുക്ക് വേറെ ഒന്നും കൂട്ടൊന്നും വേണ്ട, അതിങ്ങനെ തന്നെ കഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റായിട്ടും അറിയിക്കാം കേട്ടോ.